കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഭാരതം എന്ന വലിയ രാജ്യം ഇസ്രായേലിന്റെ കൂടെ തന്നെയാണ്. അതിന് ആര് കടന്ന് തള്ളിയാലും അതിനൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഇസ്രായേൽ എന്ന രാജ്യത്ത് മാരകമായ വിഷബോംബ് നമുക്ക് പരിശോധിക്കാം. എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, യുദ്ധം എന്നുള്ളത് ആര് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. നിങ്ങൾ കണ്ടു നോക്ക്, ഒരു മലയാളി വനിത ഇസ്രായേൽ എന്ന രാജ്യത്ത് ഇരുന്നു കൊണ്ട് അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ. ഇസ്രായേൽ നടത്തുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് തന്നെ പറയാം. നിങ്ങളുടെ വീട്ടിൽ വേറെ ആൾക്കാർ വന്ന് താമസിച്ചിട്ട് അവർ പറയുകയാണ് ഇത് ഞങ്ങളാണ്, നിങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഈ സാധനം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ എഴുതി കൊടുക്കൂ. അതുപോലെ തന്നെയുള്ളൂ ഇസ്രായേലും. ഇസ്രായേൽ അഭയം കൊടുത്ത പല ആൾക്കാരും വന്നിട്ട് ഈ ലാൻഡിന് വേണ്ടി, ഈ മണ്ണ് അവർക്ക് വേണ്ടതാണ്, അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലുകാർ കൊടുക്കൂ. അത്രയും പരിശുദ്ധമായിട്ട് പുണ്യമായിട്ട് അവർ സംരക്ഷിക്കുന്ന ഭൂമിയാണിത്. ആ ഭൂമിയെ കയറി ചൊറിയാൻ വന്ന് അങ്ങോട്ട് കയറി മാന്തിയിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ പോരാടുന്നത്. ഇത് കേൾക്കുമ്പോൾ ആരും ചിരിച്ചു പോകരുത്. ഒരു പ്രശ്നവും ഉണ്ടാകാത്ത സമയത്ത് അങ്ങോട്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്ന് മാന്തിയിട്ട് പറയാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. എന്തൊരു തമാശ! എന്നിട്ട് അതിനുശേഷം ഇവള് പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്ക്. നിൽക്കുന്ന വീടിന്റെ വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാണ് കേട്ടോ. ഇവിടെ എവിടെയാണ് പുകപടലം മൂടി ഇങ്ങനെ പരസ്പരം മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത്. അത്രയും സംഘർഷബദ്ധമായ അവസ്ഥയിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നതൊക്കെ പറഞ്ഞ് നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. അത്രയും കാം ആൻഡ് ക്വയറ്റ് ആണ് ഇസ്രായേൽ. ഇപ്പൊ ജെറുസലേം ആണ് കേട്ടോ. നിങ്ങൾ കണ്ടോ ഇവിടെ എവിടെയാണ് പുകയും പടലും ഒക്കെ. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ സേഫാണ്, ഞങ്ങൾ വലിയ സമാധാനത്തിലാണ്. ആരോട് പറയാനാണ് സഹോദരി? ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ അവിടെ നടക്കുന്ന വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ട്. കണ്ടു നോക്ക്, നിങ്ങൾ പ്രധാനമന്ത്രി ഇത്രയും ആളുകൾ. അവസാനം കോമഡി അവിടെയല്ല, ഇവൾ തന്നെ അവസാനം പറയാണ് പൂർണ്ണമായിട്ടില്ല എങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഉറക്കം വരുന്നില്ല. കേട്ടു നോക്ക്. കുറച്ച് പേര് 100 സംതിങ് സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ഇഞ്ചോർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. ഇന്നലെ രാത്രി ഇപ്പൊ 2 ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കണ്ടിന്യൂസ് ഇങ്ങനെ അലാം അടിക്കുന്നുണ്ട്, നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട്, നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് മാറുന്നുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും അഗൈൻ നമ്മൾ തിരിച്ചു വരും, വീണ്ടും അടിക്കും. 2 ദിവസമായിട്ട് സീരിയസ്ലി നമ്മൾ ഉറങ്ങുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു ഉണ്ടല്ലോ, ഇത് മാത്രമല്ല, അവസാനം ലൈവ് ഇടുന്ന സമയത്ത് ആ സ്ഫോടനം സംഭവിക്കുമ്പോ ലൈവ് ഓഫ് ആക്കി ഓടിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടു നോക്ക്. വീണ്ടും രാത്രി ആയപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലോഡ് കണക്കിന് മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നുണ്ട്. സൈറൻ അടിക്കുന്നു കേട്ടല്ലോ. കോമഡി അല്ലാതെ എന്തു പറയും? എന്നിട്ട് പറയാണ് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ സേഫാണ്, ഈ രാജ്യത്തോടുള്ള വിശ്വാസമാണ് എന്നൊക്കെ പറയാൻ നാണമില്ലേ എന്നാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആരാണ് ഇസ്രായേല്? കൊല്ലപ്പെടുന്ന സാധാരണ ജനങ്ങളാണ്, നമുക്ക് സങ്കടമുണ്ട്. എന്നാലും ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ, 1 2 3 അല്ല, ആയിരക്കണക്കിന് പാവപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടേക്കും കൊണ്ടുപോയി ബോംബ് എറിഞ്ഞവരല്ലേ ഇസ്രായേല്? ഈ നെതന്യാഹു ഒരുപാട് രക്തക്കറ പൂണ്ട ഒരു രാക്ഷസാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയാതിരിക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എല്ലാവർക്കും സമാധാനം അള്ളാഹു നൽകട്ടെ. ഇത്തരം ആവശ്യമില്ലാത്ത ഗീർവാണങ്ങൾ ഒന്ന് മിണ്ടാതിരുന്നുകൂടെ? നിങ്ങളൊന്ന് മിണ്ടാതിരിക്ക്. ഒരു സമാധാനത്തോടെ ആ രാജ്യത്തെ സുരക്ഷയ്ക്ക് വേണ്ടി, എല്ലാ രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഒന്ന് മിണ്ടാതിരിക്കെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.